ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്നേക് രാജി. എൻ്റെ ജീവിതയാത്രയിൽ ഒരുപാട് സ്നേഹവും ബഹുമാനവും ഇഷ്ടവും തോന്നിയ ഒരു സ്ത്രീത്വത്തെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുവാനാണ് ഈ വീഡിയോ. ട്രിവാൻഡ്രം ജില്ലയിലെ നെടുമങ്ങാട് ഇര്യനാട് എന്ന സ്ഥലത്ത് ശങ്കർ സിമൻറ്റ്, ഡാൽമിയ സിമൻറ്റ്, ചെട്ടിനാട് സിമൻറ്റ് എന്നീ സിമൻറ്റ് ഗോഡൗണുകളിൽ 12 വർഷമായി ലോഡിംഗ് തൊഴിലാളിയായിട്ട് ഉപജീവനം നയിക്കുന്ന സുധചേച്ചിയെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ഈ സിമന്റ് തലയ്ക്ക് ചുമന്നുകൊണ്ട് പോണ ഈ ചേച്ചിക്ക് ഒരു ബിഗ് സല്യൂട്ട്. സ്ത്രീകൾ കടന്നു വരാത്ത മേഖലകൾ ചുരുക്കമാണ്. എന്നാൽ മറ്റു മേഖലകളെ അപേക്ഷിച്ച് ഇതൊരു വ്യത്യസ്തമായ മേഖലയാണ്. അധികം സ്ത്രീകൾ കടന്നു വരാൻ മടിക്കുന്ന ഒരു മേഖല. ഇത് സുധചേച്ചി 19 വർഷമായി ലോഡിംഗ് തൊഴിലാളിയായി ഭർത്താവിനൊരു കൈത്താങ്ങായി കുടുംബം പോറ്റുന്നു. ചേച്ചിയുടെ മക്കൾ രണ്ടുപേരും അഡ്വക്കേറ്റ്സ് ആണ്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ വിവാഹത്തെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് ഒരു ജോലിക്ക് തന്നെയാണ്. എല്ലാവർക്കും വൈറ്റ് കോളർ ജോബ് തന്നെ കിട്ടണമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമാണോ? എത്ര പഠിപ്പുണ്ടെങ്കിലും എത്രയോ പേര് തൊഴിലില്ലാതെ സമൂഹത്തിൽ അലയുന്നുണ്ട്. അവരൊക്കെ ഒന്ന് ചിന്തിക്കുക, ഇതുപോലെ നമ്മൾ കൂലിവേല ചെയ്താലും അന്തസ്സായിട്ട് കുടുംബം പോറ്റാം എന്നുള്ള ചിന്ത എല്ലാവരിലും ഉണ്ടാകുന്നത് നല്ലതാണ്. എൻ്റെ പേര് സുധ. എൻ്റെ വീട് പാങ്കോട്ടാണ്. ഞാൻ ഇര്യനാട് സിമൻറ്റ് ഗോഡൗണിൽ ജോലി ചെയ്യുന്നുണ്ട്. 12 വർഷമായി സിമൻറ്റ് ഗോഡൗണിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിന് മുമ്പേ CITയിൽ ഹെഡ് ലോഡ് യൂണിയനിൽ ജോലി ചെയ്യുന്ന ആളാണ്. എനിക്ക് 2 മക്കളുണ്ട്. 2 പേരും വക്കീലാണ്. ഹസ്ബൻഡിന് ജോലി ഉണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റിലാണ്. ഇപ്പോൾ വക്കീൽ ഗുമസ്തനായിട്ട് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ കൺവീനറുണ്ട്, തുളസിയണ്ണനാണ്. എനിക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത്. പിന്നെ എൻ്റെ കൂടെ 19 പേരുണ്ട് ഞങ്ങൾ ഹെഡ് ലോഡ് യൂണിയനിൽ. അവരെല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത്. ഈ ഗോഡൗണിലേക്ക് സിമൻറ്റ് ലോഡിങ്ങിനായി 4 സ്ത്രീകൾ വന്നെങ്കിലും 3 പേരും ഈ ഫീൽഡ് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. എന്നാൽ സുധചേച്ചി 12 വർഷമായി ഈ ഫീൽഡിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെയുള്ള മറ്റു തൊഴിലാളികളും ചേച്ചിക്ക് കട്ട സപ്പോർട്ടാണ് കേട്ടോ. സിമൻറ്റ് ലോഡിംഗ് ഫീൽഡിൽ മറ്റെവിടെയെങ്കിലും സ്ത്രീകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ നാട്ടിൽ ഈ ഇര്യനാട് സിമൻറ്റ് ഗോഡൗണിൽ ഇങ്ങനൊരു മണിമുത്തുള്ളത് പുറം ലോകം അറിയണമെന്ന് തോന്നി. ഈ വ്യക്തിത്വത്തെയും ലോകം അറിയട്ടെ. നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമുക്ക് സുധചേച്ചിയെക്കുറിച്ച് സിമൻറ്റ് ഗോഡൗണിലെ കൺവീനറായ തുളസി മാമൻ്റെ അഭിപ്രായം കേട്ടു നോക്കാം. ഓക്കെ മാമ പറഞ്ഞു. ഞാൻ ഇവിടുത്തെ യൂണിയൻ്റെ കൺവീനറാണ്. നിർമ്മാണ താലൂക്കിൽ ആദ്യമായി വനിതകളെ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പം സുധയും വേറെ 4 സ്ത്രീകളെ തന്നെ എടുത്താൽ 3 പേര് മതിയാക്കി പോയി. ഇപ്പോൾ സുധ അന്ന് പോലെ 12 വർഷമായി ഞങ്ങളുടെ കൂടെ സ്ഥിരമായി സിമൻറ്റ് ലോഡ് ചൗക്കുന്നതിൽ കൂടെ നിൽക്കുകയാണ്. നല്ല ഒരു തൊഴിലാളിയാണ്. നമ്മളോട് നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ 16 തൊഴിലാളികളുണ്ട്. അതിൽ ഒരാൾ വനിതയായിട്ടുള്ളത് സുധ മാത്രമാണുള്ളത്. ഞങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടാണ് കൊടുക്കുന്നത്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകും. സാധാരണ സിമൻറ്റ് ഗോഡൗണിൽ വനിതകൾ ചുമടക്കെടുക്കാൻ അപൂർവമാണ്. എന്നാൽ ഇത് വളരെ നല്ല രീതിയിൽ നമ്മളോട് നിന്നും സപ്പോർട്ടായി നിന്ന് പോകുന്നു. ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഇര്യനാട് ചെട്ടിനാട് സിമൻറ്റ് ഗോഡൗൺ ആണ്. ഒരു ഗോഡൗണിലെ വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത ചെട്ടിനാട് സിമൻറ്റ് ഗോഡൗണിലേക്ക് ചേച്ചി പോവുകയാണ്. അവിടുത്തെ കുറച്ച് ദൃശ്യങ്ങളും കൂടി കാണാം. ഇന്നത്തെ കാലത്ത് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ അല്ലെങ്കിൽ സഹോദരൻ്റെ ഒരാളുടെ വരുമാനം കൊണ്ട് ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല. അപ്പോൾ എല്ലാ സ്ത്രീകളും അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ ജോലിയെങ്കിലും കണ്ടെത്തി ഒരു തുച്ഛമായ വരുമാനം കുടുംബത്തിൽ എത്തിക്കാൻ നോക്കുക. അത് വീട്ടിലുള്ള ആണുങ്ങൾക്കും ഒരു സഹായമായിരിക്കും. മാത്രവുമല്ല, നാളെ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സമയം വന്നാൽ, ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പതറിപ്പോവാതെ, ആരുടെ മുന്നിലും കൈ നീട്ടാതെ, പിച്ചയെടുക്കാതെ ജോലി ചെയ്ത് കുടുംബം പോറ്റാം, മക്കളെ നോക്കാം എന്നുള്ളൊരു ചങ്കുറപ്പ് എല്ലാ സ്ത്രീകളിലും ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ്. ജോലി തേടി അലയുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓർക്കുക, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഓരോ ജോലി സ്വയം കണ്ടെത്തി ചെയ്ത് അതിൽ നിന്ന് വരുമാനം കണ്ടെത്താവുന്നതാണ്. തയ്യൽ പഠിച്ചാലും വീട്ടിലിരുന്ന് കാശുണ്ടാക്കാം. പിന്നെ കുറച്ച് ഊണുണ്ടാക്കി വർക്ക് സൈറ്റുകളിൽ കൊണ്ടു കൊടുത്താലും നല്ലൊരു വരുമാന മാർഗമാണ്.
ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ യാതൊരു മടിയുമില്ല. നമ്മൾ എത്രയോ വഴിയോര കച്ചവടക്കാരെ, അതും സ്ത്രീകളെ കണ്ടിട്ടുണ്ടല്ലേ. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും, ഒറ്റപ്പെടേണ്ടി വന്നാലും, ആരെന്ത് പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ സന്തോഷത്തോടെ ജോലി ചെയ്ത് അന്തസ്സോടെ ജീവിക്കുക. അപ്പോൾ സുധചേച്ചി ലോകം അറിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് രാജി സൈനിങ് ഓഫ്.